എല്ലാവർക്കും നമസ്കാരം. ഉപാസന വിത്ത് സൂര്യലക്ഷ്മി എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൃഷ്ണഗാഥ കൃഷ്ണോൽപത്തി തുടരുന്നു. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഘോരനായുള്ളൊരു കംസന്താനന്നേരം വീരതയായതീതെന്നോ നന്ദി. പാവകഭാവത്തെ കേവലം പൂണ്ടുടൻ ദേവഗീതൻ കൊല ചെയ്വതിനായി തൽക്കരം തന്നെ പിടിച്ചു നിന്നിങ്ങനെ ഖഡ്ഗവും വാങ്ങിയങ്ങോങ്ങി നിന്നാൻ. കണ്ടു നിന്നിടുന്ന മാലോകരെല്ലാരും ഇണ്ടലും പൂണ്ടു ചമഞ്ഞാരപ്പോൾ. കണ്ണടച്ചിടിനാർ കണ്ണുനീർ തൂകിനാർ തിണ്ണമങ്ങോടിനാർ ഖിന്നരായി. കൈതിരുമിടിനാർ കൺചുവന്നിടിനാർ കയ്യയച്ചിടിനാർ മെയ്യിലെങ്ങും. കേസരി വീരൻ തന്നാനനം തന്നിലായി കേവലം കേഴുന്നോരേണം പോലെ മേവി നിന്നിടുന്ന ദേവകീ ദേവി താൻ ദൈവമേ എന്നങ്ങു ചൊല്ലി ചൊല്ലി. ഘോരനായുള്ളൊരു കംസനെ നോക്കിയിട്ടു പാരം വിറച്ചു നടുങ്ങുന്നേരം ചൂഴെ നിന്നിടുന്ന ലോകരെ നോക്കിയിട്ടു കോഴ പൂണ്ടേറ്റവും കേഴും പിന്നെ. ചങ്ങാതിമാരുടെ നന്മുഖം നോക്കി നിന്നിങ്ങനെ എൻ കർമ്മമെന്നും പിന്നെ. അച്ഛനെ തന്നെയും മെച്ചമേ നോക്കി നിന്നുച്ചത്തിൽ നീളെ വിളിച്ചു കേഴും. നിർമായ പ്രേമം പൂണ്ടമ്മാവൻ തന്നെയും അമ്മയെ തന്നെയും അവണ്ണമേ ആങ്ങള തന്നെ വിളിച്ചു നിന്നിടുവാനോങ്ങി നിന്നങ്ങു നടുങ്ങും പിന്നെ. ആനകദുന്ദുഭി തന്നൂടെ ആനനം ദീനനായി മെല്ലവേ നോക്കി വീർക്കും. ദേവകി തൻ ഭയമിങ്ങനെ കാണുമ ശ്രീവസുദേവർ താനെന്ന നേരം. പെട്ടെന്നു ചെന്നു വിലക്കി നിന്നിടിനാൻ പൊട്ടി നിന്നിടുന്നോരുള്ളവുമായി. പാപനായുള്ളൊരു കംസനോടായി പിന്നെ ആപത്തു പോക്കുവാനായി ചൊന്നാൻ. നിർമ്മല മാനസനായി നിന്നിടുമിന്നിൻ മനമിങ്ങനെ വന്നതെന്തേ. ശങ്കയും കൈവിട്ട് പെൺകൊല ചെയ്യുവാനോ മംഗലനായ നിൻവേലയിപ്പോൾ. ഭേദമുണ്ടെന്നതിൽ കേവലം പെണ്ണിലും സോദരിയല്ലോ ഈ നാരിതാനും. വേളി കഴിഞ്ഞുള്ളൊരുത്സവമല്ലോ ഇക്കാലവുമെന്നതുമോർത്തു കാണി. ഭ്രാതാവായി നിന്നതും മാതാവായി നിന്നതും താതനായി നിന്നതും കേവലം നീ. നീയൊഴിഞ്ഞില്ലാരും ആശ്രയം കേളിവൾ കാചരിച്ചിടുവാൻ ഭോജനാഥ. വീരനായുള്ള നീ ഘോരമായി മേവുമിന്നാരീതൻ വൻകൊല ചെയ്യൊല്ലാതെ. ഇത്തരമായുള്ളോരുക്തികളിങ്ങനെ സത്വരം ചെന്നവൻ ചൊന്ന പാടെ. പാപിയായുള്ളൊരു കംസന്റെ മാനസം പാറയെ പോലെ അങ്ങാകയാലേ പിന്നെയും ചിന്തിച്ചു ചൊല്ലി നിന്നിടിനാൻ
ധന്യനായുള്ളവൻ ഖിന്നനായി. ദേവകിയല്ലല്ലോ നിന്നൂടെ കാലനായി മേവുന്നീരെന്നതോ വന്നീതല്ലോ. അഷ്ടമനാകുന്ന ബാലകനല്ലോ നിൻ കഷ്ടതയ്ക്കിന്നു നിമിത്തമെന്നാൽ. പെറ്റുപറ്റിയിടുന്ന മക്കളെ എല്ലാമേ തെറ്റെന്നു നിൻ കയ്യിൽ നൽകാമല്ലോ. പിന്നെ നീ ചിന്തിച്ചു വേണ്ടതു ചെയ്താലും നിന്നോടെ ഹാനി വരാത്തവണ്ണം. എന്നതു കേട്ടൊരു കംസന്റെ കോപവും മന്ദമായി വന്നുതായി മെല്ലെ മെല്ലെ. മന്ത്രം കൊണ്ടീശൽ തളർന്നു നിന്നിടുമപ്പന്നഗവീരൻ തൻ കോപം പോലെ. രോദിതനായൊരു സോദരി തന്നെയും ആദരവോടങ്ങയച്ചു നിന്നാൻ. വമ്പുലിവായിൽ നിന്നമ്പാതെ വീണുപോയി കമ്പത്തെ പൂണുന്നോരേണം പോലെ. മേവി നിന്നിടുന്ന ദേവകി ദേവി താൻ കേവലം കംസനെ നോക്കി നിന്നാൾ. ചൂഴവും നിന്നിട്ടു കേഴുന്നോരെല്ലാരും കേഴയും തീർത്തു നിന്നൊന്നു വീർത്താർ. ചങ്ങാതിമാരായുള്ളങ്കനമാരെല്ലാം മംഗലമാകെന്നു ചൊല്ലിപ്പൂണ്ടാർ. ആനകദുന്ദുഭി താനുമന്നേരത്തു മാനിനി താനുമായി മന്ദിയാതെ. സുന്ദരമായേഴും മന്ദിരം പോകിനാൻ വന്ദികൾ വാഴ്ത്തുന്ന വാർത്തയുമായി. വേളിയെ തൊട്ടുള്ളോരുത്സവം തന്നെയും മേളമായി പിന്നെയും ആരംഭിച്ചാൻ. പേയറ്റു നിന്നൊരു ജായയും താനുമായി മായം കളഞ്ഞു വസിക്കും കാലം. സുഭ്രുവായുള്ളൊരു ദേവകി ദേവിക്കു ഗർഭമുണ്ടായിതേ മെല്ലെ മെല്ലെ. അത്ഭുത കാന്തിയായി ദുർഭകനല്ലാതൊരർഭകനുണ്ടായിതെന്നു വന്നു. സോനുവെ കണ്ടു നിന്നാനന്ദിച്ചിടുന്നോരാനകദുന്ദുഭിദീനയായി. കണ്ണുനീർ തൂകിന ദേവകി തന്നോടെ കയ്യിൽ നിന്നേരം വാങ്ങി നേരെ. പെട്ടെന്നു കൊണ്ടുപോയി കംസനു നൽകിനാൻ പട്ടാങ്ങു ചെയ്യുന്നോരെന്നും ന്യായം. എന്നതു കണ്ടൊരു കംസനും അന്നേരം ചിന്തിച്ചു ചൊല്ലിനാനല്ലൽ നീക്കി. മേലിലുണ്ടാകുന്ന ബാലകനല്ലോ എൻ കാലനായി ചാലേ വരുന്നതെന്നാൽ. കൊല്ലുന്നോനല്ല ഈ പൈതലെ ഇന്നു ഞാൻ അല്ലലെ തീർത്തു വളർത്താലും നീ. ആനകദുന്ദുഭി താനതു കേട്ടപ്പോൾ ദീനത കൈവിട്ടു മാനിച്ചപ്പോൾ. ബാലനെ തന്നെയും ദേവകിക്കായിട്ടു ചാലേ നൽകിയിടിനാൻ കൊണ്ടുപോയി. പിന്നെ അങ്ങെല്ലാരും തന്നോടെ മന്ദിരം തന്നിലിരുന്ന നേരം. ആഗതനായൊരു നാരദൻ കംസനോടാദരവോടെ പറഞ്ഞാനപ്പോൾ. ബന്ധുവെ തന്നെയും വൈരിയെ തന്നെയും ചിന്തിച്ചു വേണമേ ഒന്നു ചെയ്വാൻ. നിന്നുടെ വൈരികളായി നിന്നിടുന്ന വിണ്ണവരല്ലോ ഇപ്പാരിടത്തിൽ. വിഷ്ണുവിൻ ചൊല്ലാലെ വന്നു പിറന്നിട്ടു വിഷ്ണികളായി ചമഞ്ഞതിപ്പോൾ. പണ്ടേ നിന്നുടെ വൈരിയായി മേവുന്ന കൊണ്ടൽ നേർവർണ്ണൻ താനിന്നു നേരെ.
ദേവകി തന്നോടെ ഗർഭകനായിട്ടു മേവി നിന്നാശു പിറന്നു. പിന്നെ നിന്നെയും നിന്നുടെ ചേവകന്മാരെയും കൊന്നിടുമെന്നതു തേരിനാലും മാഴ്കാതെ നിന്നു നീ കാത്തുകൊള്ളായിലോ ആകാതെ പോകുമേ ഭോജനാഥ. നാരദനിങ്ങനെ ചൊന്നതു കേട്ടിട്ടു ഘോരനായുള്ളൊരു കംസനപ്പോൾ യാദവന്മാരോടു പോരു തുടങ്ങിടിനാൻ. വാനവരെന്നതു നന്ദി നേരെ പീഡിതരായവരോരോരോ നാട്ടിലെന്നാടും പിരിഞ്ഞു നടന്നാർ ചെമ്മേ. പിന്നെ അണഞ്ഞവനാനകദുന്ദുഭി തന്നെയും ദേവകി തന്നെയും താൻ ചങ്ങല കൊണ്ടു തളച്ചു നിന്നിടിനാൻ. തങ്ങളിലെ ശോല എന്നു നന്ദി ഉണ്ടായ ബാലകന്മാരെയും ചെഞ്ചമ്മേ കണ്ഠം പിരിച്ചു കഴിച്ചാൻ പാവി. ചീറി നിന്നിടുന്ന കംസനെന്നങ്ങിനെ 6 കീടാങ്ങളെ കൊന്നവാറേ. സപ്തമമാകുന്ന ഗർഭവുമുണ്ടായി ഉത്തമയാകുന്ന ദേവകിക്കോ. ലക്ഷ്മി സന്താനനു ചിന്തിച്ചു ചൊല്ലിനാനക്ഷണം തന്മായ തന്നോടപ്പോൾ പാരാതെ പോകണം ഭൂതലം തന്നിൽ നീ കാര്യങ്ങളോരോന്നെ സാധിപ്പാനായി. ദേവകി തന്നോടെ ഗർഭകനായിട്ടു മേവി നിന്നിടുമനന്തനെന്നീ ഗോകുലം തന്നിൽ വസിച്ചു നിന്നിടുന്ന രോഹിണി തങ്കലങ്ങാക്ക വേണം. ആനകദുന്ദുഭി തന്നോടെ സോനുവായി ഞാനും പിറക്കുന്നതുണ്ടു നേരെ. നന്ദവിലാസിനി തന്മകളായിട്ടു നന്നായി പോന്നു പിറക്ക നീയും. കൊല്ലുവാനോങ്ങുന്ന കംസനെ വഞ്ചിച്ചു മെല്ലവേ പോയിക്കൊണ്ടങ്ങമ്പരത്തിൽ മാലോകർക്കേശുന്നോരാപത്തെ പോക്കുവാൻ ഭൂലോകം തന്നിൽ വസിക്കാം. പിന്നെ ഭക്തിയെ പൂണ്ടു ഭജിച്ചു നിന്നിടുന്നോർ കത്തലെ തീർത്തു തുണച്ചു നന്നായി. മാലിയന്നിടുന്ന ഭൂലോകവാസികൾ കാലംബമായേഴും മൂലതായി. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ.